Hello children. Today we are going to learn about a new topic, foods we eat. Actually, we have learned about the story of food in our previous lesson. Now let's see what type of foods we take and why is it important. As we all know, a car needs fuel to run. The same way our body also needs fuel to do many things. So, in a day, a lot of energy is needed. So, we get this energy from food. നമ്മുടെ ഫുഡാണ് നമുക്ക് വേണ്ട പല കാര്യങ്ങളും. നമുക്ക് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഫാസ്റ്റ്ലി റീകവർ ചെയ്യാനും അതേപോലെ നമ്മുടെ എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിനും വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും നമുക്ക് കളിക്കാനായാലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനുള്ള എനർജി തരുന്നതാണ് ഇറ്റ് ഈസ് ഫ്രം ദി ഫുഡ്. സോ ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ പേഴ്സൺ. As we all know that all of us do not get equal share of food. Some may get more, at the same time some may get very less. And many times there are people who doesn't get anything to eat. നമുക്കറിയാം നമ്മൾ ആരും ഈക്വൽ ഷെയർ ഓഫ് ഫുഡ് അല്ല നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. ചിലർക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ കിട്ടും, ചിലർക്ക് വളരെ കുറവായിരിക്കും കിട്ടുക. കഴിക്കാനായിട്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം അത്രയധികം ഫുഡൊന്നും കിട്ടണമെന്നില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ വേറെ കുറെ ആൾക്കാരുണ്ട് ഓരോ ദിവസം പട്ടിണിയായിട്ട് നമുക്ക് ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? ആൻഡ് ദ സെയിം വേ ഡിഫറെന്റ് ഫാമിലീസ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഇൻടേക്ക്. പല ഫാമിലീസും പല തരത്തിലുള്ള ഫുഡ് ഇൻടേക്ക് ആയിരിക്കും ഉണ്ടാവുക. ചിലർ ഒരു രീതിയായിരിക്കും. ഒരു സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരള, കർണാടക, ആന്ധ്ര ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഇഡ്ഡലി, സാമ്പാർ, ദോശ അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡിനോടായിരിക്കും അവരുടെ ആ ഒരു ഡെയിലി ഡയറ്റ് നോക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ദ സെയിം വേ ദ നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ ലൈക്ക് ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര അവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ, പഞ്ചാബൊക്കെ പോവുകയാണെങ്കിൽ വീറ്റ് കൊണ്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സബ്ജി, കുറേ വെജിറ്റബിൾസും ഇതൊക്കെ ഉള്ള പലതരത്തിലുള്ള ഡിഷസ് ഒക്കെയാണ് നോർത്തേൺ സൈഡിൽ ഉണ്ടാവുക. സോ ദിസ് ഷോസ് ദാറ്റ് അവർ ഫുഡ് ഹാബിറ്റ്സ് ഡിഫർ ഫ്രം റീജിയൻ ടു റീജിയൻ. And the food we eat depend on what is easily available, what we can buy. It depends on our customs and traditions, our digestive system or health, and also what can be cooked easily. നമ്മൾ എടുക്കുന്ന ഭക്ഷണം അത് എന്തിനെയൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ലൈക്ക് ഇറ്റ് ഈസ് ഈസിലി വാട്ട് ഈസ് ഈസിലി അവൈലബിൾ. എപ്പോഴും നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഒരു കസ്റ്റം ട്രഡീഷൻ, നമ്മൾ വെജിറ്റേറിയൻ ഇത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും കുക്ക് ചെയ്യാം. ഈ നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഡയറ്റിൽ കുറേ നോൺ വെജ് ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിൽ പാലിച്ചു വരുന്ന ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ കസ്റ്റം അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ദ ഫുഡ് വി പ്രിപ്പയർ അറ്റ് ഹോം. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം, ദഹനത്തിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ കഴിക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും നമ്മൾ ജനിച്ച ഉടനെ കുട്ടികൾക്ക് നമ്മൾ 6 മാസം വരെ നമ്മൾ കുറുക്കൊന്നും കൊടുക്കില്ല അല്ലെ? നമ്മൾ പാലാണ്, ലിക്വിഡ് ഫുഡാണ് കൊടുക്കുക. പിന്നെ ഒരു 6 മാസം കഴിയുന്നതോടുകൂടിയാണ് നമ്മൾ കുറച്ച് സോളിഡ് ആയിട്ടുള്ള ഒരു കുറുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ? അതേപോലെ തന്നെ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരിങ്ങനെ കൂടുതൽ ചവച്ചരച്ച് കഴിക്കാനൊന്നും പറ്റില്ല അല്ലെ? അവർക്ക് പല്ലൊന്നും ഉണ്ടാവില്ല. സോ അവർക്കും കുറേയൊക്കെ ലിക്വിഡ് ഫുഡാണ് കൊടുക്കുക അല്ലെ? സോ അക്കോർഡിംഗ് ടു അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ടു അവർ ഹെൽത്ത് വി ചൂസ് ദ ഫുഡ് ടു ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറേയൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഹെൽത്തും എല്ലാം അനുസരിച്ചായിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ക്യാൻ ബി കുക്ക്ഡ് ഈസിലി. പെട്ടെന്ന് കുക്ക് ചെയ്ത് ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങളാണ് പൊതുവെ ആൾക്കാർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്.
let's see which are the 3 meals that we take in a day. എപ്പോഴും നമ്മൾ 3 meals ആണ് അല്ലേ, ഒരു ദിവസത്തെ ഒരു 3 നേരമാണ് നമ്മൾ പൊതുവെ കഴിക്കാം. അപ്പോൾ ലെറ്റ്സ് സീ ലൈക്ക് എന്തൊക്കെയാണ് നമ്മൾ എങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ബെറ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി കുറേ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഉറങ്ങി എണീറ്റതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിൽ എന്താണ്, ഒരു ഫാസ്റ്റിംഗ് ഉണ്ട് അല്ലേ. നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഫാസ്റ്റിംഗ് പോലെ തന്നെയാണല്ലേ നമ്മൾ രാത്രി നേരത്തെ ഇടയിലൊന്നും എണീറ്റ് ഭക്ഷണം കഴിക്കില്ല. അതിനെ ആ ഒരു ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യാണ് അല്ലേ. നമ്മൾ ഫുഡ് എടുത്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഫുഡാണ് ആ ഒരു ഡേയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഭക്ഷണമാണ്. നമ്മൾ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വൈ? ബിക്കോസ് ഇറ്റ് ഇംപ്രൂവ്സ് അവർ എനർജി ലെവൽ ആൻഡ് അവർ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് വി ഡു ത്രൂ ഔട്ട് ദി ഡേ. നമ്മൾ ഒരു ദിവസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ എനർജിയോടുകൂടി ചെയ്യാനും അതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനും നല്ല ഹെൽത്തി വേയിൽ ചെയ്യാനുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ശക്തിയും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക? വിത്ത് അവർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ആ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതെല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമ്മൾ അടുത്തത് എന്താണ്, ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ച് അല്ലേ. ഇറ്റ് ഷുഡ് ബി ഡിലീഷ്യസ്. എന്തിനാണ് അത്? ആ എനർജിയും ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ, ബോഡിക്കും ബ്രെയിനിനും ഒക്കെ. എന്തിന്? നമുക്ക് വൈകുന്നേരം ആ രാത്രിയുള്ള ഭക്ഷണം കഴിയുന്നവരെയും നമ്മൾക്ക് വേണ്ട എനർജിയും ന്യൂട്രിയൻസും ഒക്കെ തരുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദി ലഞ്ച് വി ടേക്ക്. ഇനി രാത്രി ഡിന്നർ പലപ്പോഴും ലൈറ്റായിട്ട് എടുക്കാനാണ് എല്ലാവരും പറയാം. എന്തുകൊണ്ടാണ്? നമ്മൾ അത് കഴിഞ്ഞാൽ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് അല്ലേ. സോ ഇൻ ഓർഡർ ടു ഹാവ് എ സൗണ്ട് ആൻഡ് റെസ്റ്റ്ഫുൾ സ്ലീപ്പ്, നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് വയറൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് വയറ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റില്ല അല്ലേ. സോ ഇൻ ഓർഡർ ടു ഹാവ് എ സൗണ്ട് ആൻഡ് റെസ്റ്റ്ഫുൾ സ്ലീപ്പ് ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ ലൈറ്റ് ഡിന്നർ. നമ്മൾ കേട്ടിട്ടുണ്ടാവും രാവിലെ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണമെന്ന്. നമ്മൾ രാജാവ് എങ്ങനെയാ? രാജാവ് നല്ലോണം കഴിക്കില്ലേ. അപ്പൊ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണം. ഉച്ചയ്ക്കോ മഹാറാണിയെ പോലെ ഭക്ഷണം കഴിച്ചാൽ മതി. റാണി സ്ത്രീകൾ പൊതുവെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ, രാജാവിന്റെ അത്രയ്ക്കൊന്നും കഴിക്കില്ല. സോ റാണിയെ പോലെ കഴിച്ചാൽ മതി ഉച്ചയ്ക്ക്. അതായത് രാവിലത്തെ അത്ര കഴിക്കണ്ട, എന്നാൽ തീരെ കുറയാനും പാടില്ല. ആ രീതിയിൽ വേണം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. രാത്രി ദരിദ്രനെ പോലെ കഴിക്കണം എന്ന് പറയും. ദരിദ്രന് അധികം ഭക്ഷണം ഉണ്ടാവില്ല അല്ലെ, അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി എന്നാ പറയാ രാത്രി. സോ these are the 3 meals that we take in a day. Now let's see the relationship between the food and the physical activity. എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ ബോഡി എക്സേർട്ട് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങൾ, ഓട്ടം, ചാട്ടം, ഓരോ വർക്ക് ചെയ്യുക, ഇതെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അല്ലേ. സോ ദിസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഹാവ് മെനി ബെനിഫിറ്റ്സ് ടു അവർ ഹെൽത്ത്. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഹാവ് എ ഹെൽത്തി ബോഡി വെയിറ്റ് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാതൊരു സ്ഥലത്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് വല്ലാതെ വെക്കും, തടിച്ച് കൂടിയിട്ട് ഒട്ടും ഹെൽത്തി അല്ലാതെ ഒരു 2 അടി നടന്നാൽ വല്ലാതെ ക്ഷീണിച്ച് കിടപ്പ് വരും, തീരെ വയ്യാണ്ട് ഒരു എന്താ പറയാ, നമുക്ക് ഒട്ടും ഒരു ഉഷാറുണ്ടാവില്ല, എപ്പോഴും ഭയങ്കര ഡ്രോസി ഫീലിംഗ് ആയിരിക്കും അല്ലേ. സോ in order to have ഒരു നല്ല healthy body weight we should have physical activity. And where do we get this energy for this physical activity? Who provides it? Yes, the food we eat provides the energy for the physical activity. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ട എനർജി തരുന്നത് ഫുഡാണെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ പ്രോപ്പർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. എന്താണ് ഈ പ്രോട്ടീൻ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടാവണം. എന്തിനാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്? സോ ദാറ്റ് ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ആൻഡ് റീബിൽഡ് അവർ ടിഷ്യൂസ് സച്ച് ആസ് മസിൽസ്. നമ്മുടെ മസിലൊക്കെ ഉണ്ടാവാനും അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫ്രം ദി കാർബോഹൈഡ്രേറ്റ്സ്.
സോ ഈ റൈസ് ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കണം. പിന്നെ ഫാറ്റ് വിച്ച് ഓൾസോ പ്രൊവൈഡ്സ് എനർജി, അതിന് വേണ്ടത്ര ഫാറ്റ് ഫുഡും ഉണ്ടാവണം. പിന്നെ ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും മാത്രം ഉണ്ടായാൽ മതിയോ? നോ. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ആ നഷ്ടപ്പെടുന്ന വെള്ളത്തിന്റെ അംശം നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വി ഷുഡ് റീപ്ലേസ് ദ വാട്ടർ. നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളം നമ്മൾ നല്ലോണം വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യണം. സോ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ളത്, അതായത് റൈസ് ഒക്കെ കഴിക്കുക. അതേപോലെ തന്നെ ഫാറ്റ്, ആൻഡ് along with all these three we should drink a lot of water. സോ ഈ ഫുഡ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി തമ്മിൽ നല്ലൊരു റിലേഷൻ ആണ്. നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മൾക്ക് നല്ലൊരു രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. Now, as we have learned about different kind of food that can be eaten raw and also by cooked, നമ്മൾ കാണുന്ന വേറെയും ചില ഈറ്റിംഗ് അല്ലെങ്കിൽ കുക്കിംഗ് രീതികളുണ്ട് അല്ലേ? ചില ഭക്ഷണങ്ങൾ അങ്ങനെ പച്ചക്കാണ്. ഇപ്പൊ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ അങ്ങനെ റോ ആയിട്ട് കഴിക്കും അല്ലേ? നമ്മൾ അത് അങ്ങനെ കഴിക്കും. ചില ഫുഡെല്ലാം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴിക്കുക. ഇനി ചിലത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് കഴിക്കും അല്ലേ? ഇപ്പൊ ഈ പുട്ട് ഇതെല്ലാം സ്റ്റീം ചെയ്തിട്ടാണ്, ആവി കയറ്റിയിട്ടാണ്. ഇഡ്ഡലി ഇതെല്ലാം ആവി കയറ്റിയിട്ടുള്ള ഫുഡാണ്. ചിലത് ബോയിൽ ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മൾ പാലും ഇതൊക്കെ ആകുമ്പോൾ ബോയിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. ചിലതാണെങ്കിൽ ബേക്ക് ചെയ്യും അല്ലേ? ഈ ബ്രെഡ് അങ്ങനെയുള്ളതൊക്കെ, കേക്ക് ഇതെല്ലാം ബേക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്നതാണ്. അതേപോലെ ചിലത് നമ്മൾ ഫ്രൈ, മീന് അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഫ്രൈ ചെയ്തും കഴിക്കും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുക്കിംഗ് മെത്തഡ്. സം ക്യാൻ ബി ഈറ്റൻ റോ while some prefers to eat and cooked, and while steamed, boiled, baked and fried food are also included in our food. നമ്മുടെ പല രീതിയിലുള്ള സ്റ്റീം ചെയ്തിട്ടും ബോയിൽ ചെയ്തിട്ടും അതേപോലെ ഫ്രൈഡും ബേക്ക് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. Now, we always have to see that we eat healthy so that we can stay healthy. എന്താണ് ഈറ്റ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ? നമ്മൾ നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കേണ്ടത്. ഈ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ കുറേ ജങ്ക് ഫുഡൊക്കെ, ഈ ബർഗർ, പിസ്സ ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനും അതേപോലെ നമ്മൾ അസുഖമായിട്ട് കിടക്കാനും ഇതൊക്കെ സാധ്യതയുണ്ട്. സോ വി ഷുഡ് ഈറ്റ് ഹെൽത്തി. നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് വി ക്യാൻ സ്റ്റേ ഹെൽത്തി. So when we eat different type of food item, and we should see that അതിൽ പലതരത്തിലുള്ള സബ്സ്റ്റൻസസ്. എന്താണ് ഈ സബ്സ്റ്റൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് വേണ്ട നറിഷ്മെന്റും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതെല്ലാം ഉള്ളതാണ് നമ്മുടെ ന്യൂട്രിയൻസ്. അപ്പൊ ഈ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഒരൊറ്റ ഫുഡിൽ നമുക്ക് കിട്ടും? ഇല്ല. വിൽ നെവർ ഗെറ്റ് ഓൾ ദീസ് in one food. So we have to eat different type of food. പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെതായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കണം. അത്രയും കഴിച്ചാൽ മാത്രമാണ് നമ്മൾ അതിന് പറയാ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഈ ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ഉണ്ടാവാൻ പറ്റുള്ളൂ നമ്മുടെ ബോഡിക്ക്. സോ നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് എപ്പോഴും കഴിക്കുക, സോ ദാറ്റ് വി ക്യാൻ സ്റ്റേ ഹെൽത്തി. So with this, I end up today's session. So always remember, eat healthy to stay fit. So this is your Prasita ma'am. Thank you, children.